കേരള വിഷൻ സക്സസ് പാത്തിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൺ മെഡിക്കൽ ആൻഡ് റിസർച്ചിങ് സെൻറ്റർ മാനേജിംഗ് ഡയറക്ടർ പ്രതാപ് വർക്കിയാണ്. നമസ്കാരം സർ. നമസ്കാരം. ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നത് തൃശ്ശൂരിലൊരു ഹൃദയം, നമ്മളത് കേട്ടിട്ടുണ്ട്. തൃശ്ശൂരിലൊരു ഹൃദയം തന്നത് PM വർക്കിയാണെന്ന്. സാറിനെ പറ്റി തന്നെ നമുക്ക് തുടങ്ങാം. ഡോക്ടർ PM വർക്കി. ആള് MRCP കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നിട്ട് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ്. അങ്ങനെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ ആൾ സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ആൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഫോം ചെയ്യുന്നത്. അങ്ങനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഫോം ചെയ്തു. കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ വാസ് മെഡിക്കൽ സൂപ്രണ്ട് ഫോർ 30 years. ആളവിടെ OP ഉണ്ടായിരുന്നില്ല, OP വീട്ടിലായിരുന്നു, പക്ഷേ അഡ്മിഷൻസ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെറുപ്പത്തിൽ ആ ഹോസ്പിറ്റലിൽ പോയിരുന്ന ഒരു 2 മനയായിരുന്നു. ഒരു മന, ആ മനയാണ് ഇപ്പോൾ 2 വലിയ ബിൽഡിംഗ് ആയിട്ട് മാറിയത്. അത് കഴിഞ്ഞ് ആൾക്കൊരു വിഷൻ വന്നു, ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആളൊരു കേരള ക്യാൻസർ സൊസൈറ്റി ഉണ്ടാക്കി, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ അതിൽ ഫോം ചെയ്ത് ആളുടെ ഒരു പേഷ്യൻ്റ് 40 ഏക്കർ മിച്ച ഭൂമി ഈ കേരള ക്യാൻസർ സൊസൈറ്റിക്ക് ഡൊണേറ്റ് ചെയ്തു. അങ്ങനെയാണ് അമല ക്യാൻസർ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആളുടെ അടുത്ത വിഷൻ വന്നിരിക്കുന്നത് ഒരു ഹാർട്ട് ഹോസ്പിറ്റൽ. അങ്ങനെ തൃശ്ശൂർ ഹാർട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കി. ഹാർട്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കി ആൾക്കതിൽ ഡൊണേഷൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അത് കമ്പനിയായിട്ട് ഫോം ചെയ്തു. തൃശ്ശൂർ ഹാർട്ട് ഹോസ്പിറ്റൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കമ്പനി ഫോം ചെയ്തു. അങ്ങനെ 86 പരിശുദ്ധ പിതാവ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഭാഗ്യമുണ്ടായി ആളെ കൊണ്ട് കല്ല് ബ്ലസ് ചെയ്യിപ്പിക്കാൻ പറ്റി. അങ്ങനെ ബ്ലസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിനെ പറ്റി. ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മാർപ്പാപ്പയാണ് തറക്കല്ലിട്ടേന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു അവസരം വന്നത്? 1986 അന്നത്തെ ബിഷപ്പ് കുണ്ടുകുളം ബിഷപ്പും ഫാദറായിട്ട് ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ മാർപ്പാപ്പ വരുന്നുണ്ട്. ഫാദർ ഒരു അഭിപ്രായം വെച്ചു. അപ്പോൾ ആൾ ഫുൾ എഗ്രി ചെയ്തു അതിൽ. അങ്ങനെ മാർപ്പാപ്പ വന്നിട്ടാണ് തറക്കല്ല് ബ്ലസ് ചെയ്യുന്നത്. പക്ഷെ അതൊരു വലിയൊരു ബ്ലെസ്സിങ് അല്ലേ ശരിക്കും പറഞ്ഞാൽ? കാരണം നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമല്ലേ. നമുക്ക് എന്നും നമ്മുടെ ഒരു പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്കതൊരു ബ്ലെസ്സിങ് ആണ്, അത് ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് ആണ്. കാരണം ഇവിടെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്തതായിട്ട് അറിയുമോ? എവിടെയുമില്ല. ഫസ്റ്റ് നമുക്ക് ഇവിടെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയിലില്ല. 94. So we were the first private hospital in Kerala to bring in cath lab, cardiac surgery. And in 94 we started cardiac surgery. 2000 we could settle the entire amount. ഞങ്ങൾ മാത്രമല്ല പല ഹോസ്പിറ്റൽസും അന്നത്തെ ഗവൺമെൻറ് ഫണ്ടിങ് മറ്റേ ഹെൽപ്പ് കൊണ്ട് we could settle the entire dues. Then we started going from there and we have reached where we are now. And 2010-11 we got NABH. We were the first NABH hospital in Thrissur. അന്ന് I had an idea that heart hospital എന്നുള്ളത് it's giving a wrong information to patient that ഹാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനത് റീബ്രാൻഡ് ചെയ്തു സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് പറഞ്ഞു 2011. നമുക്കിതൊരു ലെഗസിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാരമ്പര്യം പോലെ നമ്മളുടെ കയ്യിലേക്ക് വന്നു, അല്ലെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇപ്പോൾ ഡോക്ടർ വർക്കി, അപ്പോൾ ഞാൻ മകനിലേക്ക് വരുമ്പോൾ മാനേജിങ് ഡയറക്ടറാണ്. സർ, എന്താണ് ഒരു MPA ഒരു സെക്ഷൻ ആ ഒരു ലെവലിലേക്ക് മാറിയത്? അത് പറയുകയാണെങ്കിൽ അത് വളരെ സിമ്പിളാണ്. ഐ ഹവ് സീൻ എൻ്റെ ഫാദർ സ്ട്രഗിളിങ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ ചെറുപ്പത്തിൽ ആളുടെ OP കഴിയുന്നത് 3 in the morning, 3 മണിക്കാണ് ആൾ ഉറങ്ങുന്നത്. ഇതൊക്കെ ചെറുപ്പത്തിൽ നിന്ന് കണ്ടോടുകൂടി ഞാൻ പറഞ്ഞു ഈ പണിക്ക് ഞാനില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ എൻ്റെ മൂത്ത സിസ്റ്റർ ഷീസ് എ പ്ലാസ്റ്റിക് സർജൻ ആൻഡ് ഹർ ഹസ്ബൻഡ് ഈസ് എ ഫസ്റ്റ് കാർഡിയോളജിസ്റ്റ് ഫ്രം ചിത്ര, കാർഡിയോളജി സ്റ്റുഡൻറ്റ്. Second sister is a psychologist from NIMHANS. She's a PhD. ആളുടെ ഹസ്ബൻഡ് is a radiologist. ഞാനും എൻ്റെ ബ്രദറും ബിസിനസ്സിലേക്ക് മാറി. അങ്ങനെ ഫാദർ അങ്ങനെ ഒരിക്കലും ഒരു നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല? ഇല്ല, ഒരിക്കലും ഇല്ല. ഇതിലേക്ക് തന്നെ വരണം അതൊന്നും. ആൾ ഓൾവേസ് എപ്പോഴും ഞങ്ങൾക്കൊരു ഫ്രീ ഹാൻഡ് തന്നിരുന്നു. വാട്ട് എവർ യു ചൂസ്.
ഇപ്പോൾ ഒരു മാനേജിങ് ഡയറക്ടറായിട്ട് നമ്മൾ ഈ സ്ഥാപനം ഏറ്റെടുത്ത സമയം, അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പം സർ ഇവിടെ എന്തൊക്കെ ഇംപ്ലിമെൻറ്റ്സ് ആണ് സാറിൻ്റെ രീതിയിൽ വരുത്തിയിട്ടുണ്ട്? അതായത് നമ്മുടെ ഒരു കാഴ്ചപ്പാടുണ്ട് എങ്ങനെ വേണം എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ഥാപനം എന്താക്കി മാറ്റണം എന്നുള്ളത്. അതെങ്ങനെയായിരുന്നു? കുറച്ച് മുൻപ് പറഞ്ഞു ഞാൻ വന്നപ്പം തൊട്ടു എന്നുള്ളത്, പക്ഷെ അത് കുറച്ചും കൂടി എന്താണ് അതിൻ്റെ ഒരു ആഗ്രഹം എങ്ങനെയായിരുന്നു? മൈ ഫാദർ ഓൾവേസ് ബിലീവ് ഇൻ ക്വാളിറ്റി. അത് ക്വാളിറ്റി കുറച്ച് കൂടുതലായിരുന്നു. ഫിനാൻഷ്യലി അത് വയബിളാവില്ല ചിലപ്പോൾ സമയത്ത്. പക്ഷേ ഐ ലുക്ക് അറ്റ് ദ ഫിനാൻസ് ഓൾസോ. എന്തൊക്കെ പറഞ്ഞാലും ദ അൾട്ടിമേറ്റ് ദ കോർ ഇസ് ദ ഫിനാൻസ്. ഫിനാൻസ് നിങ്ങൾ എന്ത് മാർക്കറ്റിംഗ് ചെയ്താലും ഫിനാൻസ് ഇല്ലെങ്കിൽ സ്ഥാപനം പോകും. അപ്പോൾ പക്ഷേ ആ ഫിനാൻസിൽ വിട്ടിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, പേഷ്യന് ഉപകാരപ്പെടുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി. ചിലപ്പോൾ ചില എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് റിട്ടേൺസ് ഇല്ല. ബട്ട് എക്യുപ്മെൻറ്റ് യു നീഡ് ദാറ്റ് എക്യുപ്മെൻറ്റ്. ഇപ്പോൾ റോട്ടാ ബ്ലേഡർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, വിച്ച് യു ഡ്രിൽ ത്രൂ എ ബ്ലോക്ക്. അത് മാസത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ഭാഗ്യം. അതിന് റിട്ടേൺസ് ഇല്ല, അബ്സല്യൂട്ട്ലി നോ റിട്ടേൺസ്. ബട്ട് ദാറ്റ് പേഷ്യൻ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അസ്. ആൻഡ് അവർ ക്യാപ്ഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബിലീവ് ഇൻ ലൈഫ്. അത് കണ്ടിട്ടുണ്ടോ? ആൻഡ് ബിലീവ് ഇൻ ലൈഫ്. സോ ദാറ്റ് ഈസ് മൈ മോട്ടോ. ഐ ബിലീവ് ഇൻ ലൈഫ്. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലിയാണ് ആക്ച്വലി, ഇവിടെയുള്ള ഈച്ച് ആൻഡ് എവരി വൺ പേഴ്സൺ. അപ്പം സർ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ, അതായത് ഞാൻ ചോദിച്ചത് അതാണ്, എന്തൊക്കെ ആ ഒരു രീതി എങ്ങനെയായിരുന്നു? അതായത് നമ്മുടെ ഇവിടെ ഉള്ള സ്റ്റാഫിനെ ആണെങ്കിലും എല്ലാവരും നമ്മൾ പറയും ഒരാൾ പിണങ്ങിയാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പം എങ്ങനെയാണ് ഒരു കുടക്കീഴിൽ നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോയിരുന്നത്? അപ്പോൾ കുറച്ച് മുൻപേ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, നേഴ്സിൻ്റെ ഇഷ്യൂസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അവർക്ക് പേയ്മെൻറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ഒരുപാട് പല ഹോസ്പിറ്റലുകളിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എവ്രിബഡി ഇൻ എൻ ഓർഗനൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നേഴ്സ് മാത്രമല്ല, എല്ലാവരും. എനിക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് പറഞ്ഞ് ഞാനായിരിക്കും. ബാക്കി എല്ലാവരും ദേ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു എംപ്ലോയി ഒരു പുതിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഇസ് മീ. അല്ലെങ്കിൽ ഐ ക്യാൻ സീ ഹിസ് ലൈഫ് ഇസ് ഗോയിങ് അപ്പ്. ആൻഡ് പേയ്മെൻറ്റ് ഇഷ്യൂസ്, യെസ്, എവ്രിബഡി ഹാസ് ടു ലിവ്. അതുപോലെ തന്നെ സർ റോട്ടറി ക്ലബ്ബിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മീൻസ് എനിക്ക് തോന്നുന്നു ഒരുപാട് ക്ലാസ്സുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എങ്ങനെയാണ്? ഞാൻ റോട്ടറി ഇൻ്റർനാഷണൽ ജോയിൻ ചെയ്യുന്നത് 2004 തൃശ്ശൂർ റോട്ടറി ക്ലബ്ബ് ഓഫ് തൃശ്ശൂർ. ദാറ്റ്സ് 65 കൊല്ലം ക്ലബ്ബ് തുടങ്ങിയിട്ട്. 65 വില്യം സാഹിബ് തുടങ്ങിയതാണ്. 2004 ജോയിൻ ചെയ്ത് അന്ന് റോട്ടറിനെ പറ്റി എനിക്ക് അത്രയും ഇതൊന്നുമില്ല. പിന്നെ ഈ സ്റ്റഡി അന്ന് ഞങ്ങളിവിടെ ഒരു 30 പോളിയോ കറക്റ്റീവ് സർജറി ചെയ്തിട്ടുണ്ട്. പോളിയോ പിടിച്ച് കഴിഞ്ഞ് വന്ന ആൾക്കാർ തിരിച്ച് നടന്നു പോകുന്നത് ടോട്ടലി ഫ്രീ, ഇൻക്ലൂഡിങ് ഫുഡ്. ആ റോട്ടറി ഫൗണ്ടേഷൻ കുറച്ച് ഫണ്ടിങ്. അപ്പം അങ്ങനെ തുടങ്ങി. അത് കണ്ടോടുകൂടി എനിക്ക് ആ ഓർഗനൈസേഷനിലൊരു ബിലീഫായി. ദെൻ 2006 ഐ വാസ് മെയ്ഡ് ദ പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ ഫാദർ തോമസും ഫാദർ ജോയും CMA ഫാദേഴ്സ് വരുന്നുണ്ട്. ഒരു പ്രൊജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ 100%. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു, പാൻ മസാലയ്ക്ക് എഗെയിൻസ്റ്റാന്ന് പറഞ്ഞു. എനിക്ക് പാൻ മസാല എന്താണെന്ന് അറിയില്ല, കഴിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞു യെസ് വിൽ ഡു ഇറ്റ്. അപ്പോൾ അവർ പ്ലാൻ പറഞ്ഞു, 1 hour വീഡിയോ പ്രസൻറ്റേഷൻ, ഹൗ എ പേഴ്സൺ ഈസ് സ്ട്രഗ്ലിംഗ് ആഫ്റ്റർ ഹാവിങ് ഓറൽ ക്യാൻസർ. ഈ പാൻ മസാലയുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഓറൽ ക്യാൻസറാണ്. അപ്പോൾ ദാറ്റ് വാസ് അന്നത്തെ മെനിസ് അതായിരുന്നു. ഐ എം പ്രൗഡ് ടു സേ, അന്ന് എൻ്റെ സെക്രട്ടറി കോലേജ് പഞ്ചായത്തിനായിരുന്നു. അങ്ങനെ കേണൽ വർഗീസ് അവിടുത്തെ കൗൺസിലേഴ്സിന് സംസാരിച്ചു. അവർ പറഞ്ഞു ശരി ക്ലാസ് എടുത്തോളം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ക്ലാസ് എടുത്തു. പിറ്റേ ദിവസം ഐ എം പ്രൗഡ് ടു സേ ദേ ബാൻഡ് ഇറ്റ്. ഫസ്റ്റ് പഞ്ചായത്ത് കേരളത്തിൽ ബാൻ ചെയ്ത് കോലേജ് പഞ്ചായത്ത്. ഇപ്പോൾ നിങ്ങൾ പോളിയോ തുള്ളി മരുന്ന് കേട്ടിട്ടില്ലേ? അതെ, കേട്ടിട്ടുണ്ട്. മീൻസ് നമ്മൾ ഓരോ കുട്ടികൾക്കും ജനിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത്. അത് സപ്ലൈ ചെയ്യുന്നത് റോട്ടറിയാണ്. റോട്ടറി ഇൻ്റർനാഷണൽ ആണ്, റോട്ടറി ഫൗണ്ടേഷനാണ് സപ്ലൈ ചെയ്യുന്നത്. എക്സെപ്റ്റ് ഫോർ 2 countries. ഇപ്പോൾ എല്ലാ കൺട്രീസും ഇറാഡിക്കേറ്റ് ചെയ്തു പോളിയോ. ഫൗണ്ടേഷൻ അത് മാത്രമല്ല, റോട്ടറി ഫൗണ്ടേഷന് ക്യാൻസർ സർജറീസ് ഉണ്ട്. ഗിഫ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. 16 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഹാർട്ട് സർജറി കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും, ഇൻക്ലൂഡിങ് ദ ട്രാവൽ, ഫുഡും ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ഫോർ 1 bystander ആൻഡ് ദ ചൈൽഡ്. അതൊക്കെ സാർ ഇരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ അല്ലല്ല, ദാറ്റ് ഈസ് റോട്ടറി ഫൗണ്ടേഷനാണ്. റോട്ടറി ഫൗണ്ടേഷൻ ചെയ്യുന്നതാണ്. ആൻഡ് വി കോൺട്രിബ്യൂട്ട് ടു റോട്ടറി ഫൗണ്ടേഷൻ. ഞാനൊരു സെക്കൻഡ് ലെവൽ മേജർ ഡോണറാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലബ്ബ് കഴിഞ്ഞ കൊല്ലം 500 ആർട്ടിഫിഷ്യൽ ലെഗ് കൊടുത്തു, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. പിന്നെ റോട്ടറിയിൽ അങ്ങനെ യു ഫൈൻഡ് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് പീപ്പിൾ. ഈ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ നമ്മൾ പലരെയും മീറ്റ് ചെയ്യും. പിന്നെ റോട്ടറി ഹസ് ഗിവൻ ഹൗസസ് ടു സോ മെനി പീപ്പിൾ.
ഡോക്ടറെ അല്ലാതെ സർ മറ്റെന്തെങ്കിലും മേഖലകളിലേക്ക് പ്രവർത്തിക്കും? അപ്പോൾ ഞാൻ തൃശ്ശൂർ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. തൃശ്ശൂർ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഹാസ് ഗ്രോൺ ഫ്രം ഒരു ചെറിയൊരു റൂമിൽ നിന്ന് നൗ വി ഹാവ് അവർ ഓൺ ഓഫീസ്, അവർ ഓൺ സെറ്റപ്പ്. TMA that is തൃശ്ശൂർ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഈസ് ഡൂയിങ് ഗ്രേറ്റ്. അവർ കണ്ടമാനം സ്റ്റുഡൻറ്റ് പ്രൊജക്ട്സ് ഉണ്ട്, സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട്, മാനേജ്മെൻറ്റ് ക്ലാസ്സുകൾ. വി ഹാവ് ലൈൻഡ് അപ്പ് പ്രൊജക്ട്സ് ആൻഡ് ഈച്ച് പ്രസിഡൻറ്റ് ഭരണ പ്രസിഡൻസ് മുഴുവൻ അടുത്ത തലേ പ്രസിഡൻറ്റിനെക്കാട്ടും കൂടുതൽ പ്രൊജക്ട്സാണ് ചെയ്യുന്നത്. ബേസിക്കലി ഇൻ ടു മാനേജ്മെൻറ്റ് സ്റ്റഡീസും മാനേജ്മെൻറ്റ് പ്രോജക്ട്സ്. മിക്ക കോളേജുകളിലും നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആൻഡ് TMA ഈസ് ഡൂയിങ് എ വണ്ടർഫുൾ പ്രൊജക്റ്റ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 കൊല്ലമായിട്ട് ഐമ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ അവാർഡുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസോസിയേഷനാണ് TMA. ആൻഡ് ഐ എം പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഐ എം ദ വൈസ് പ്രസിഡന്റ് ഫോർ ഇറ്റ് ആൻഡ് ഐ ഹാവ് ടു ബിക്കം ദ പ്രസിഡന്റ്. എൻജോയ് ചെയ്തിട്ടാണ്? We enjoy it. It's a dedicated team of professionals, business people and professionals. And it's supported by big stars like Yusuf Ali, Manappuram. They're supportive funding. A lot of projects we are doing. Projects means basically the management side. ഇതുപോലെ സാറിൻ്റെ ഡ്രീം പ്രൊജക്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ മാനേജിങ് ഡയറക്ടറാണ് ഇവിടെ. ഇത് കൂടാതെ നമുക്ക് വേറെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. എനിക്ക് ഫാദർ പറഞ്ഞ പോലെ തന്നെ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ഐ ഗെറ്റ് എ ചാൻസ് ഐ വിൽ ഡു ഇറ്റ്. ആൻഡ് ഐ വിൽ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് വേ വെയർ പീപ്പിൾ ക്യാൻ എഫോർഡ്. അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരണം. ബിക്കോസ് ക്യാൻസർ ഇസ് ഹിറ്റിംഗ്. മൈ മദർ ഡൈഡ് ഓഫ് ക്യാൻസർ. സോ ഇവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് തിരിച്ച് അവിടെ പോവാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ ഇപ്പം നമ്മൾ ഇന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയാൽ മതി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ വരുന്ന ഒത്തിരി പേരുണ്ടാവും നമ്മളൊരു സ്ട്രെസ്ഫുള്ളായിട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അതുകൊണ്ടായിരിക്കാം അത് ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ കഴിവാണ്. അവരാണ് അത് ചെയ്യുന്നത്. വരുന്ന ഓരോരുത്തരെയും ഏറ്റവും ബെസ്റ്റ് സർവീസ് എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നു അവർ അതുപോലെ പേഷ്യനെ ട്രീറ്റ് ചെയ്യും. And I always treat my staff as a king and queen. അതാണ് മൈ പോളിസി. അതുപോലെ ട്രീറ്റ്മെൻറ്റിനൊന്നും തന്നെ ചില സർജറീസ് നടത്തുന്നതിനൊന്നും തന്നെ പേയ്മെൻറ്റ് വാങ്ങാതെയും ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തും. ചില സമയത്ത് യെസ്, നമ്മൾ സീ ദ പേഷ്യൻസ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ജെന്യൂൻ ആണെങ്കിൽ വി ഡെഫിനറ്റ്ലി ഡു ഇറ്റ്. പിന്നെ ഐ ഡോണ്ട് കീപ്പ് എനി ടാർഗറ്റ്സ് ടു മൈ എംപ്ലോയീസ്. ഓക്കെ, അത് ഏറ്റവും മെയിൻ കാര്യമാണല്ലേ? അതൊരിക്കലും ഇന്ന് വരെ ഞാനൊരു ഡോക്ടറെ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാഫിനോട് ചോദിച്ചിട്ടില്ല നിങ്ങൾ എത്ര പേഷ്യൻറ്റ് കൊണ്ടുവന്നു, എത്ര പേഷ്യൻ്റ്. അതില്ല. ഇല്ല. വരുന്ന പേഷ്യൻറ്റ് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അവർക്ക് എന്ത് കൊടുക്കുന്നു, അത് ഞാൻ ചോദിക്കും. അതും ഫസ്റ്റ് ആയിരിക്കും. ടാർഗറ്റ് ഇല്ലാത്ത ഹോസ്പിറ്റൽ ഞാൻ ചെയ്യാറില്ല. ഇവിടെ അങ്ങനെ ഒരു രീതിയില്ല. പിന്നെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റിനെ റെഫർ ചെയ്തില്ലെങ്കിൽ ഐ വിൽ ടേക്ക് ആക്ഷൻ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോളൂ. നമ്മളും മനുഷ്യരാണ്, ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻ്റെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്. സാറിൻ്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഐ ലവ് മ്യൂസിക്, ലിസൺ ടു മ്യൂസിക്. ഐ ലവ് ഗോയിങ് ത്രൂ മ്യൂസിക് സിസ്റ്റംസ്. അത് ഭയങ്കര ഇഷ്ടമാണ്. അവരൊന്ന് സ്റ്റഡി ചെയ്യാനായിട്ട് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് സ്പീക്കേഴ്സ്. പിന്നെ ഐ ട്രാവൽ. എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഐ വാസ് എ റൗണ്ട് ടേബിളർ. റൗണ്ട് ടേബിൾ എന്നൊരു ക്ലബ്ബുണ്ട്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അവർ തന്നെ ഇപ്പോൾ 40 കഴിഞ്ഞാൽ യു ഹാവ് ടു കം ഔട്ട് ഓഫ് റൗണ്ട് ടേബിൾ. സോ ഐ എം എ 41. ഐ ഹാവ് ഗോൺ ടു മോർ ദാൻ 41 കൺട്രീസ്. ഐ ഡോണ്ട് ഗോ ടു സാധാരണ ആൾക്കാർ പോകുന്ന സ്ഥലത്തും പോയിട്ടില്ല എന്നല്ല, പക്ഷേ ഐ ഗോ ടു ദിസ് കൈൻഡ് ഓഫ് ഐസ്ലാൻഡ്. ഐ വെൻ ടു ഐസ്ലാൻഡ് ഫോർ എ ട്രിപ്പ്. എന്നാൽ പോകുമ്പോൾ എന്തായാലും ഒരു കുറച്ച് ടൈം എടുത്തിട്ട് പോവുള്ളൂ. ബിക്കോസ് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കും പോകാറില്ലേ. പോവുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ബിക്കോസ് അല്ലാണ്ട് നമ്മൾ പോയിട്ട് കാര്യമില്ല. ഞാൻ ജെറുസലേമിൽ പോയിട്ടുണ്ടായിരുന്നു. ജെറുസലേമിൽ ഇസ്രായേലിൽ. ബിക്കോസ് ഞാൻ HPAയുടെ സെക്രട്ടറിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു 23. ആൻഡ് വി വെൻറ്റ് ടു ദിസ് ജെറുസലേം ഹോസ്പിറ്റൽ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹോസ്പിറ്റൽ. ഐ വാസ് അമേസ്ഡ്. എന്നെങ്കിൽ അവരുടെ ടേൺ ഓവർ ഈസ് $2 billion. എവറി പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഫ്രീ. ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫുഡ് ഈസ് ഫ്രീ. പക്ഷേ അവരുടെ ടേൺ ഓവർ ഇസ് $2 billion. ഈ പൈസ വരുന്ന മുഴുവൻ അവരുടെ ഇൻവെൻഷനും റോയൽറ്റിയിലാണ്. I was very passionate in seeing that hospital. 1987 പെറ്റ് സ്കാൻ കൊണ്ടുവന്നവർ ക്യാൻസറിന് ഏറ്റവും ഇതാണ്.
ഇവിടെ 1987 എക്സ്റേ വെച്ച് ബാക്കിയൊന്നും കണ്ടിട്ടില്ല. വ്യത്യാസമുണ്ടല്ലോ, രാജ്യങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഐസ്ലൻഡിലായാലും ഐ വിസിറ്റ് ദ ഹോസ്പിറ്റൽ. അന്ന് അവിടത്തേക്ക് പോർട്ടബിൾ എക്സ്റേ കണ്ടപ്പോൾ ഞാൻ ഐ വാസ് അമേസ്ഡ്. അത്രയും ഭയങ്കര ഒരു ടെക്നോളജിയും ഇതൊക്കെയാണ്. നമുക്ക് എപ്പോഴും മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴാണല്ലോ കുറച്ചും കൂടി അറിവുകൾ കിട്ടുന്നത്. കാരണം നമ്മളെപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ ചുരുങ്ങിപ്പോകുമെന്ന് പറയുന്നത് കേൾക്കാം. എത്രത്തോളം നമ്മൾ രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടും, നമ്മളത് സ്വീകരിക്കുക. ഓക്കെ. ഇപ്പോൾ മറ്റ് ഹോസ്പിറ്റലുകളിൽ അപേക്ഷിച്ച് NABH നമ്മുടെ ഹോസ്പിറ്റലിലാണ് കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് പോയത് എങ്ങനെയാണ് സർ? NABH പറഞ്ഞതിന് മുമ്പ് ISO എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. അത് ആക്ച്വലി ഇറ്റ്സ് ഫോർ എ ബിസിനസ്, പ്രൊഡക്ഷൻ ബിസിനസ്സിനൊക്കെ ആയിരുന്നു. ഐ വാസ് നോട്ട് വെരി ഇൻട്രസ്റ്റഡ്. ഹെൽത്ത് കെയറിലേക്ക് ഒരു അക്രഡിറ്റേഷൻ വേണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് ഫസ്റ്റ് നമ്മളാണല്ലേ ചെയ്തത്? അല്ല, തൃശ്ശൂരിലാണ്. അപ്പോൾ അങ്ങനെ NABH വന്ന് തുടങ്ങിയ ശേഷം ഞാൻ അതിലേക്ക്, പക്ഷെ അന്ന് ഇതിനെപ്പറ്റി ആർക്കും അറിയില്ല. ഞങ്ങൾക്കും അറിയില്ല, സ്റ്റാഫിനും അറിയില്ല, ആർക്കും അറിയില്ല, ഞങ്ങൾ വെച്ച ഏജൻസിക്കും അറിയില്ല. പിന്നെ ഞങ്ങളത് പഠിച്ചു. ഞങ്ങൾ കുറച്ച് ടൈം എടുത്തു. ടുക്ക് അറൗണ്ട് 1.5-2 years. 2 years ടൈം തന്നെ, ഓൾമോസ്റ്റ് 1.5-2 years എടുത്തു. അത് കഴിഞ്ഞ് 2011 അൾട്ടിമേറ്റ്ലി, ബിക്കോസ് അതിൽ വെരി സ്ട്രിഞ്ചൻറ്റ് സ്റ്റാൻഡേർഡ്സ് ആണ്. അതിലൊരു കോംപ്രമൈസും ഇല്ല. വരുന്ന ഇൻസ്പെക്ടേഴ്സിനെ നമുക്ക് സ്വാധീനിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ 3 ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. That is how we got the first. We were the first NABH in Thrissur, 7th in the state. ഓക്കെ, നമുക്ക് തിരിച്ച് ഫാദറിലേക്ക് വരാം. ഇപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് സാർ പഠിച്ച, അതായത് അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഒരു കാര്യം എന്താണ് ലൈഫിൽ? Inspired with the quality. Always talk about quality. He never minced on that. കാശ് പോയാലും ശരി, ക്വാളിറ്റി ഉണ്ടാവും. It's the inspiration which I got from him. And he was a thorough reader, and he was always, study-wise I'm nowhere near him. Okay. I say like quality gives good service, quality will give better treatment to the patient. And by the way, he is the first person who brought an ECG in Thrissur. Okay. ECG machine എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് കൊണ്ടുവന്നതാവും. ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൽ ഒരുവിധം കാര്യങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഫസ്റ്റ് ടൈം നമ്മൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞൊരു വേർഡുണ്ട്, ലെഗസി എന്ന് പറയുന്നത്. അതൊരു പാരമ്പര്യമാണെന്ന് പറയാൻ കാരണം അന്ന് തൊട്ട് തുടങ്ങി നമ്മൾ ഇന്ന് വരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം ഒരേ സ്ട്രക്ചറിൽ തന്നെയാണ് ഇനിയും ബെറ്ററായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? നമ്മളെപ്പോഴും സ്റ്റാഫിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾക്കൊരു ബെറ്റർ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഫോർ ദ പേഷ്യൻറ്റ്, വിൽ അഡോപ്റ്റ്. അപ്പോൾ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ നോക്കണമെങ്കിൽ വി ആർ ടോട്ടലി പേപ്പർലെസ്, ഫുൾ പേപ്പർലെസ് ആണ്. ഫയൽ എന്ന് പറഞ്ഞ സാധനമില്ല, കംപ്ലീറ്റ് പേപ്പർലെസ്. ഓക്കെ. അതുപോലെ തന്നെ ഫാദർ ഇപ്പം ഇത്ര വർഷമായി അദ്ദേഹം ഇവിടെ വന്ന്, മീൻസ് ഇത്രയും കാലം ഇവിടെ നിന്നെയാണ്. അപ്പോൾ ആൾക്ക് ഇപ്പോഴും പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാം? അൺഫോർച്ചുനേറ്റ്ലി ഓൾഡ് ഏജ് ഹിറ്റ്സ്. സോ ആളുടെ ഹിയറിംഗ് പോയി. ദാറ്റ് ഈസ് ഫോർ ദ ലാസ്റ്റ് 10-12 years. He stopped practicing when I think in 1995-97 ആൾ കുറച്ച് കൊണ്ടുവന്നു പ്രാക്ടീസ് നിർത്തിയാൾ. 98 ടോട്ടലി 98-2000 നിർത്തിയാൾ. നമ്മൾ ഈ ഒരു ടൈം പീരീഡ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സക്സസ് പാത്താണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കിതിൽ ഒരുപാട് സങ്കടപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും, സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ടാവും. അപ്പം ഇതുപോലെ എന്തെങ്കിലും സാറിന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഒരു പ്രാവശ്യം ഞാനും വൈഫും എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിയും കൂടി ഞങ്ങൾ എറണാകുളത്ത് പോകുന്ന ഒരു രാത്രി 10-11 മണിയുണ്ട്. അപ്പോൾ കൊടകര അവിടെ ഭയങ്കര ബ്ലോക്ക്. ഞാനന്ന് ചെറുപ്പകാലത്ത് ഇടയ്ക്കൂടെ എടുത്ത് ഫ്രണ്ടിൽ വന്ന് പെട്ടപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നേക്കാണ്. ഒരു കാറ് ബസ്സിൻ്റെ അടിയിൽ പോയി. അപ്പോൾ എല്ലാ ആൾക്കാരും കൂടി വണ്ടി നിർത്തിച്ചു. അന്ന് സിയറ എന്ന് പറഞ്ഞിട്ട് വണ്ടി 3 ഡോറുള്ളായിരുന്നു. ഇവർ പറഞ്ഞ് പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു.
നമ്മൾ ഇതിന് 3 ഡോറുള്ളൂ, പേഷ്യൻറ്റിനെ കയറ്റാൻ പറ്റില്ല. ഒന്നും പറഞ്ഞ് ശരിയാവില്ല, ആൾക്കാർ ബഹളം. നമ്മൾ ബാക്കിൽ കയറ്റിക്കോ, ബാക്കിൽ മാത്രം. ഞങ്ങൾ ബാക്കിലത്തെ ഡോറ് തുറന്നു, അതിനുള്ള കുറേ സാധനം. അതിന് മുകളിൽ പേഷ്യൻറ്റിനെ കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി പേഷ്യൻ്റ് പോയിരുന്നില്ല. വളരെ സങ്കടമായ കാര്യം. 4 കാൽമ പിടിച്ചിട്ടിരുന്നു ഈ രോഗിയെ കൊണ്ടുവരുന്നത്. തല റോട്ടിലിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. അത് കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിലൊരു എഫക്റ്റ് ചെയ്ത സാധനം. അങ്ങനെ ഞാൻ തിരിക്കുമ്പോഴേക്കും ഇവർ പറഞ്ഞില്ലേ സെൻറ്റ് ജെയിംസിൽ പോകണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് ജെയിംസിൽ പോയി. ആ പേഷ്യൻ്റ് എത്തായി. അന്ന് എനിക്കൊരു ആ ഫീലിംഗ് ഇപ്പോഴും ഇതുവരെ പോയിട്ടില്ല. നമ്മൾ കണ്ട കാഴ്ച. ഓക്കെ. അങ്ങനെ റോട്ടറിയിൽ ഒരു പ്രൊജക്റ്റ് വരണം, ആക്സിഡൻറ്റ് ഹെൽപ്പ് ലൈൻ യൂണിറ്റ് ഇടണം. ഫസ്റ്റ് കയറി പിടിച്ച് ഞാനാണ്. അങ്ങനെ പട്ടിക്കാട് വരണം, അവരൊരു വലിയൊരു ബൂത്ത് കൊണ്ടുവരും. ബൂത്ത് ഇറ്റ്സ് ഓൾ ഫ്രീ. ബൂത്ത് കൊണ്ടുവരും, ഒരു ആംബുലൻസ് വി ഹാവ് ടു ബൈ. അതിനത്ര പൈസയും കൊടുക്കണം. അങ്ങനെ അവിടെയും ആമ്പല്ലൂർ 2 ബൂത്ത് ഇട്ടു. സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 3-4 ഇയേഴ്സ് എക്സ്പാൻഷൻ, റോഡ് എക്സ്പാൻഷൻ വരെ ഞങ്ങൾ കൊണ്ടു നടന്നത്. പിന്നെ മാറ്റേണ്ടി വന്നു. ആക്ച്വലി ഇത് നമ്മളൊരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആളാണ് അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം. ഹോസ്പിറ്റൽ ഈസ് റണ്ണിങ്. റോട്ടറി ഈസ് ഗിവിംഗ് ഇറ്റ്, പക്ഷേ ഹോസ്പിറ്റൽ ഈസ് റണ്ണിങ് ഇറ്റ്. ഓക്കെ. ഹോസ്പിറ്റലിൽ സ്റ്റാഫിന് വെക്കണം, 24 hours സ്റ്റാഫിന് വെക്കണം, ആംബുലൻസ് എല്ലാം റെഡി. ഞങ്ങൾ ഐ തിങ്ക് ഇവിടെ സേവ് അറൗണ്ട് 500-600 പേഷ്യൻസ്. ഇത് ആക്സിഡൻറ്റിൽ മെയിനായിട്ട് മരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ നെക്ക് ഫ്രീസ് ചെയ്യാത്തതാണ് മിക്ക ആൾക്കാരും മരണം വരുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് തന്നെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അയാളുടെ നെക്ക് ഇഞ്ചുറി എന്തോ ദൈവം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മളിപ്പോൾ ഫോറിനിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റ് ആയി ഫസ്റ്റ് അവർ വന്ന് ചെയ്യുന്നത് നെക്ക് ഫ്രീസ് ചെയ്യും. ഓക്കെ. നമ്മുടെ ആൾക്കാർ നേരെ 4 കാലും പിടിച്ചിട്ടുണ്ട് ജീപ്പിലേക്കോടോ, അതോടെ നല്ല ജീവൻ പോകും. അതൊക്കെയാണ് നമ്മൾ ഈ ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഇങ്ങനത്തെ അവയർനെസ്, ട്രാഫിക് അവയർനെസ്. ഞങ്ങൾക്കൊരു പഠിക്കുവാണെങ്കിൽ എന്തിനെ പറ്റി പഠിക്കണം? ഈ ചെറിയ പിള്ളേരെ പഠിപ്പിക്കുന്ന ട്രാഫിക് അവയർനെസ്, സിവിൽ ലോസ്, സിവിൽ കോഡ്, പിന്നെ ഈ ആക്സിഡൻ്റ് ആയി എന്ത് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ CPR ക്ലാസ് ഇവിടെ കൊടുത്തു. ഒരു 23-ൽ വി ടോട്ട് അറൗണ്ട് ഐ തിങ്ക് 600-700 സ്റ്റുഡൻസ്. ഹാർട്ട് ഫൗണ്ടേഷൻ, ഞങ്ങളുടെ തൃശ്ശൂർ ഹാർട്ട് ഫൗണ്ടേഷനും എറണാകുളം ഹാർട്ട് ഫൗണ്ടേഷനും കൂടിയിട്ട് അന്ന് ഗവർണർ ഓഫ് കേരള വന്നിട്ടാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇവിടെ നമ്മുടെ കോമ്പൗണ്ടിൽ ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ ഒരു റോട്ടറി ക്ലബ്ബായിട്ട് ഞങ്ങൾ ആശാ വർക്കേഴ്സിന്, തൃശ്ശൂരത്തെ ആശാ വർക്കേഴ്സിന് ടൗൺ ഹാളിൽ മേയർ നിജി ജസ്റ്റിനുള്ളത് ഞങ്ങളൊരു CPR ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് അറൗണ്ട് 300 പീപ്പിൾ. അപ്പോൾ ദാറ്റ് ഈസ് ഫണ്ടഡ് ബൈ അവർ ഫൗണ്ടേഷൻ. അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ആവശ്യം എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ നമ്മൾ എത്രയോ താഴത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യണോ അത്രയോ നല്ലത്. കാരണം നമ്മൾ അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്, അത് പെട്ടെന്ന് തന്നെ നമുക്ക് യൂസ്ഫുൾ ആവുകയാണ്. അറ്റ് എ ടൈം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയാണ്. അത് തീർച്ചയായിട്ടും ആർക്കും അത് കൂടുതൽ ശ്രദ്ധയിൽ അത് വരുന്നില്ല. അതാണ് സാർ നേരത്തെ പറഞ്ഞു വിട്ട് ഒരാൾ മീൻസ് റോട്ടിൽ കിടക്കുന്ന കണ്ട നമ്മൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എത്തിക്കാൻ, പക്ഷേ അത് എത്ര കെയർഫുൾ ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യം അറിയുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ശരിക്കും പറഞ്ഞൊരു അവസരം കിട്ടിയാൽ ഇനിയും ആ ഒരു ക്ലാസ്സും കാര്യങ്ങളും തീർച്ചയായിട്ടും എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് സാറിലൂടെ, അല്ലേ? അതാണ് എൻ്റെ മെയിൻ എയിം. ഓക്കെ. ഇപ്പോൾ ഓക്കെ, നമുക്ക് വിഷമമുള്ള കാര്യത്തിലൂടെയാണ് നമ്മൾ വന്നത്. അതുപോലെ ഏറ്റവും സന്തോഷം തോന്നിയൊരു ടൈം, അതായത് നമ്മുടെ ഈ ഒരു പീരീഡിൽ ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്തൊരു കാര്യം. ഓക്കെ. ഏറ്റവും അങ്ങനെ പ്രസവിച്ച ഫസ്റ്റ് കയ്യിൽ തന്ന ദാറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹാപ്പിയസ്റ്റ്. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പം വളരെ ഫ്രീ ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഹോസ്പിറ്റലിനെ പറ്റിയിട്ടാണെങ്കിലും ഫാദറിനെ പറ്റിയിട്ടാണെങ്കിലും ഒരു ഫ്രണ്ട്ലി ടോക്ക് തന്നെയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കുട്ടികളിൽ പോലും ഇനിയുള്ള ജനറേഷൻ എങ്ങനെ വളരണം, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എന്തൊരു ഇൻസ്പയർഡ് ആവണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത്തരം ഒരുപാട് നല്ല കാര്യങ്ങളാണ് സാറിൽ നിന്ന് ഇപ്പം വരുന്നത്, അല്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കേരള വിഷൻ സക്സസ് പാത്തിൽ ഗസ്റ്റായിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. നൈസ് ടോക്കിംഗ് ടു യു. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.